ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു ഓയിൽ മേക്കിംഗ് വീഡിയോ ആട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ ശേഖരിക്കണം അമ്മ. ഇതിൽ മെയിനായിട്ട് എന്താ, നമ്മുടെ നാട്ടിലും പറമ്പിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില നാട്ടുമരുന്നുകളാണ് ഈ എണ്ണയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലില്ലാത്തതും പറമ്പിലൊക്കെ ഇല്ലാത്തതുമായിട്ടുള്ളത് അമ്മ അടുത്ത വീട്ടിൽ പോയിട്ട് പറിക്കുന്നുണ്ട്. മൊത്തം നാട്ടുമരുന്നുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത്യാവശ്യം നല്ല ആരോഗ്യത്തോടെയുള്ള മുടി തന്നെയാണ് ഞങ്ങളുടേത്. അത് മെയിനായിട്ട് ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഈ ഒരു എണ്ണ അല്ലാതെ ഞങ്ങൾ വേറെ പുറത്തുനിന്നൊന്നും തലയിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല, വെളിച്ചെണ്ണ ഒന്നും. ഇതൊക്കെ എണ്ണക്ക് മാത്രമല്ല, വേറെയും അസുഖത്തിനുള്ള മരുന്നുകളൊക്കെയാണിത് കേട്ടോ. ഏകദേശം ഒരു 15 വർഷത്തോളമായി അമ്മ ഈ എണ്ണ കാച്ചാൻ തുടങ്ങിയിട്ട്. പണ്ട് ചേച്ചി 5ാം ക്ലാസ് പഠിക്കുമ്പോൾ അവൾക്കൊരു പല്ലുവേദന വന്നത്. ആ ഒരു സമയം ഈ എണ്ണ കാച്ചി ഉപയോഗിച്ചപ്പോഴാണ് അവളെ പല്ലുവേദന മാറിയത്. ഇടയ്ക്കിടെ വരുമായിരുന്നു. അപ്പോൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അവൾക്ക് പല്ലുവേദനയൊക്കെ മാറി. ഇപ്പം അവളൊരു പല്ലിൻ്റെ ഡോക്ടറാണ്, അത് വേറെ കഥ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് അമ്മ എണ്ണ കാച്ചി തുടങ്ങിയതാണ്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളും പിന്നെ അനിയൻ, അവനിപ്പോൾ ആർമിയിലാണ്. അവിടെ എന്താ നമ്മുടെ നാട്ടിലത്തെ പോലെ വെള്ളമായിരിക്കില്ലല്ലോ അവിടെ. അതുകൊണ്ട് തന്നെ മുടിയൊക്കെ നല്ലോണം കൊഴിയുന്നതൊക്കെ ആയിട്ട് അവൻ പറഞ്ഞപ്പോൾ അമ്മ അവനും ഉണ്ടാക്കി കൊടുത്തു. അവൻ യൂസ് ചെയ്യണ കണ്ടിട്ട്, അവൻ്റെ റിസൾട്ട് കണ്ടിട്ടു അവൻ്റെ ഫ്രണ്ട്സ്, അവിടെയുള്ള ഫ്രണ്ട്സ് അവരും പറഞ്ഞു ഈ ഒരു എണ്ണ കൊണ്ടുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവർക്കും അമ്മ ഈ ഒരു എണ്ണ ഉണ്ടാക്കി കൊടുത്തല്ല, അവൻ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവർക്കും നല്ല റിസൾട്ട് കിട്ടി കേട്ടോ. ഫുൾ ആയുർവേദിക്കായിട്ടുള്ള ചേരുവകളാണ് മൊത്തം. മുടിക്ക് കറുപ്പ് കിട്ടാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള എന്തൊക്കെയോ ഉണ്ട് ഇതിൽ. സീതത്താളി, പനിക്കൂർക്ക, തുളസി, മുക്കുറ്റി, കറ്റാർവാഴ. ഇതിൽ ഞങ്ങൾ പറയണ ഈ ഒരു ഐറ്റംസത്തിൻ്റെയൊക്കെ പേര് ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിൽ വേറെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. പക്ഷെ ഞങ്ങൾ പറയണ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരുകളായിരിക്കും. ഇതാട്ടോ മൊത്തം. കറിവേപ്പില, കറ്റാർവാഴ. ഈ പനിക്കൂർക്കൊക്കെ വീട്ടിൽ തന്നെ പറിക്കണത്. അത് ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ നല്ലതാട്ടോ, മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇല ഇതിന് യൂസ് ചെയ്യുന്നത്. ഈ ഒരു എണ്ണ ലാസ്റ്റ് നല്ല സ്മെല്ലായിരിക്കും ഇതിന്. ആ ഒരു സ്മെല്ല് നമുക്ക് അങ്ങനെ കുടിക്കാൻ തോന്നും, അത്രയ്ക്കും നല്ലൊരു സ്മെല്ലായിരിക്കും അതിന്. അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കി ഉലുവയും ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൽ. എല്ലാം കഴുകി വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ഇതൊക്കെ അരച്ചെടുക്കണം. എന്നിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എന്നിട്ട് എണ്ണയിലോട്ട് ചേർത്തിട്ടാണ് നമ്മളിത് കാച്ചുന്നത്. കണ്ട ഉലുവ മുന്നേ പുതിർത്ത് വെക്കണം കേട്ടോ വെള്ളത്തിൽ. അമ്മനെ സഹായിക്കാൻ അന്നുവും കൂടെ ചേർന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ചേരുവകൾ. അതൊക്കെ മിക്സിയിലിട്ടാണ് അരക്കുന്നത്. അങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അമ്മ സാധാരണ ഇങ്ങനെ എണ്ണയൊക്കെ കാച്ചി തരുന്നതല്ല ഇപ്പോൾ, പക്ഷേ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ചില ടെൻഷനൊക്കെ അമ്മക്കുണ്ട്. അത് അമ്മയുടെ ഫേസിൽ കാണാം ഞങ്ങൾക്ക്. വീഡിയോൻ്റെ മുന്നിലൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇങ്ങനെ ഒരു എണ്ണ ഉണ്ടാക്കിയിട്ട്. ഞങ്ങൾക്ക് വീട്ടിൽ ഞങ്ങൾ ഒരെണ്ണ കാച്ചി അത് ഉപയോഗിച്ച് തീർന്നു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കും. അതൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് ഇപ്പോഴല്ലേ. അപ്പോൾ അതിൽ ഇങ്ങനെ പറയേണ്ടതോ ഒക്കെ വിചാരിച്ചിട്ടായിരിക്കും നമുക്ക് അതിൻ്റെതായ ടെൻഷനുണ്ട്. മുടിക്ക് കറുപ്പ് കിട്ടാൻ നല്ലതാണ് ഇല. ചെറുതായി മുറിച്ചിടുക.
പനിക്കൂർക്കയില, കഫക്കെട്ടിനും എല്ലാത്തിനും നല്ലതാണ്. ഇത് കീഴാർനെല്ലി, ചിലർ ഇതിന് മണിത്തുമ്പാന്ന് പറയും. എന്താ ഇലേൻ്റെ കൂടെ മണിമണിയായിട്ട് അതിനാ മണിത്തുമ്പാന്ന് പറയുന്നത്. ഇത് മുടിക്ക് കറുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. മരക്കാതിരിക്കാൻ നല്ല മണം ഉണ്ടാവും. ഇത് കാച്ചിയാൽ, വെളിച്ചെണ്ണ കാച്ചിയാൽ, കറിവേപ്പിലിട്ട് കാച്ചിയാൽ നല്ല മണം ഉണ്ടാവും. കുറ്റി കീഴാർനെല്ലിയും. പിന്നെ ഇത് മുത്തലെന്ന് പറയും. ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കും, വെള്ളം അരഞ്ഞു കിട്ടൂല. ഈ ചെമ്പരത്തി പൂവിൻ്റെ മുട്ടും ഇലയും പൂവും എല്ലാം എടുക്കും. എണ്ണ കാച്ചുള്ള മരുന്നെല്ലാം അരച്ച് കഴിഞ്ഞ് എല്ലാം മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിൽ കുറേ മരുന്ന് ഞാൻ ചേർത്തിട്ടുണ്ട്. ചെമ്പരത്തി ഇല, ചെമ്പരത്തി പൂവ്, പിന്നെ ചെമ്പരത്തിൻ്റെ മുട്ട്, മൈലാഞ്ചി, കറിവേപ്പില, തുളസി, കഞ്ഞെണ്ണി, പിന്നെ കീഴാർനെല്ലി, മുക്കുറ്റി, കറ്റാർവാഴ, 10-16 തരം മരുന്ന് ചേർത്തിട്ടുണ്ട്. ഉലുവ, ചെറിയുള്ളി, വിത്തുകൾ. ഈ ഉരുളിയിൽ കാച്ചാന്നാണ് വിചാരിച്ചത്. അത് ഇതിൽ കാച്ചാൻ പറ്റുന്നില്ല. ഈ സ്റ്റൗ മേലെ ഇത് നിൽക്കുന്നില്ല. ഇളകിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പോവും. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഞാൻ ഈ എണ്ണ കാച്ചാൻ തുടങ്ങിയിട്ട് 15 വർഷത്തിൻ്റെ മേലെയായി. മൂത്ത മോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് എണ്ണ തേച്ചത്, കാച്ചിയത്. അപ്പോൾ ഒരു പല്ലുവേദന വന്ന് അമ്മ ഇപ്പത്തെ വീട്ടിലൊരു മുത്തുബീബി എന്ന് അവർക്ക് പേര്, ഞങ്ങൾ മുത്തുവച്ചാൽ നോക്കും. അവരടുത്ത് പോയിട്ട് അവരാദ്യം വെളിച്ചെണ്ണ കാച്ചി കൊടുത്ത് അങ്ങനെ തേക്കലവിടെ വെളിച്ചെണ്ണ. പിന്നെ ഞാൻ തന്നെ കാച്ചാൻ തുടങ്ങി. അപ്പോൾ അമ്മയും മൂത്ത മോളും മാത്രം വെളിച്ചെണ്ണ തേക്കൽ. ഞാനെല്ലാം പച്ച വെളിച്ചെണ്ണ തന്നെ തേക്കാം. എൻ്റെ ഇളയ മോളും. പിന്നീട് എല്ലാവരും തുടങ്ങി തന്നെ. മുടിയെല്ലാം നല്ലോണം നന്നായി. ഇളയ മോക്ക് നല്ല കട്ടിയുള്ള മുടിയായിരുന്നു, പക്ഷേ നീളം ഉണ്ടായിരുന്നില്ല. ഈ എണ്ണ തേക്കൽ തുടങ്ങിയ മുടിയെല്ലാം നല്ല നീളം വെച്ച് നല്ല കട്ടിയായി. പിന്നെ അങ്ങനെ എല്ലാവരും തേക്കൽ തുടങ്ങി. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ പെങ്ങന്മാർക്കും പെങ്ങളെ മക്കൾക്കും എല്ലാവരും കാച്ചിൽ തുടങ്ങി. ഞാൻ തന്നെ കാച്ചി കൊടുത്തു. ഇപ്പം ഇത് ചെറിയ കുട്ടിക്ക്, മോളെ കുട്ടിക്കും പെങ്ങളെ മോളെ ചെറിയ കുട്ടിക്കും 6 മാസമായിട്ടേ ഉള്ളൂ. എല്ലാവരും ഇപ്പം ഈ എണ്ണ തന്നെയാണ് തേക്കുന്നത്. കുട്ടികൾക്ക് വിട്ടുമാറാത്ത കഫക്കെട്ടിന് എല്ലാത്തിനും നല്ലതായി. ഇതിൽ പനിക്കൂർക്കയില, ആടലോടകം എല്ലാം ചേർക്കുന്നുണ്ട്. തുണി വരണം, വളരെ സമയം കാച്ചണം. മണിക്കൂറാവും കാച്ചി കുറുകി വരണം. എൻ്റെ മോളെ ഭർത്താക്കന്മാർ കൊണ്ടുപോയി മുടി കൊഴിച്ചിലായിട്ട് മോൻ നാട്ടിൽ വന്നിട്ട് ലീവിന് വന്നിട്ട് പോകുമ്പോൾ മോൻ കൊണ്ടുപോകാറുണ്ട്. അപ്പം മോൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കാച്ചി കൊടുത്ത്. ഈ എണ്ണ തേക്കൽ തുടങ്ങിയ എൻ്റെ മുടിയെല്ലാം കറുപ്പ് വന്നില്ല. മുടി കൊഴിച്ചെല്ലാം നിന്ന് നല്ല രീതിയിൽ കൊഴിച്ചെല്ലാം നിന്ന് മുടിക്ക് കറുപ്പും വന്ന് നല്ല നീളവും പറ്റും. മുടി പോലെ തന്നെ എൻ്റെ മുടി നല്ലോണം പതച്ച് കുറുകി വരണ്ട. ഈലാത്ത വെച്ച ഇതിലുണ്ടാവുക, ചൂടുണ്ടാവും.
അത് നല്ല യോജിച്ച് വരണ്ട. കളറും മാറുന്നല്ലേ? നല്ല പച്ച കളറായി അങ്ങനെ നല്ല മണമായിരിക്കും. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കുട്ടിയും തോന്നുന്നു. പച്ച കളർ വരുന്നുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഇല പൊട്ടണം. നല്ലത് മൂത്തയും കിട്ടും. നല്ല മണമില്ലേ? നല്ലതാണ്. വെള്ളമെല്ലാം വറ്റി വന്ന് പച്ച കളറായി. എണ്ണ തെളിഞ്ഞ് റെഡിയായി വന്നണ്ട. പച്ച കളറിൽ നല്ല പച്ച കളറിൽ പകുതിയായില്ലേ? ഇപ്പം ഇതിൽ നിറച്ചുമില്ലേനാ? ഇപ്പം പകുതിയായി വന്നില്ലേ? ആ മരുന്നും ഇതിൻ്റെ അരച്ച വെള്ളമെല്ലാം വറ്റിയിട്ടിപ്പം ഒരു എണ്ണ മാത്രമായി. നല്ല മണമുണ്ട്.